അമൃത, ഉച്ചയ്ക്ക് 1:55-നാണ് മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 ദിവസങ്ങളായി അദ്ദേഹം ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ 2 ദിവസം മുൻപാണ്, 23-ാം തീയതിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി മാറുന്നത്. ഇന്നലെയും ഇന്നുമായി അദ്ദേഹം പറഞ്ഞ രീതിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഇപ്പോൾ 1:55-നാണ് മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ആശുപത്രി അധികൃതരുടെ കുറിപ്പ്, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നത്. അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾ, കർഷക പ്രക്ഷോഭങ്ങളിലൂടെയൊക്കെ അത്രയധികം വിപുലമായ രീതിയിൽ കർഷകരെയും ജനങ്ങളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ആർ നാലകണ്ണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സമയത്തുണ്ടായിരുന്ന നേതാക്കൾ ആരും തന്നെ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അത്രയധികം പ്രതിഷേധങ്ങളും മർദ്ദനങ്ങളും ജയിൽവാസവും ഒക്കെ 14 വർഷത്തോളം ജയിൽവാസവും അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ജയിൽവാസവും ഒക്കെ അനുഭവിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും അത്രയധികം ജനകീയനായ ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ആശുപത്രിയിൽ നോക്കുമ്പോൾ അവിടെ വരുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാണെങ്കിലും ശരി, കർഷകരാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ജീവനോട് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരണം എന്നുള്ള കാര്യം അങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല മുതിർന്ന നേതാക്കൾ നിരവധിയായിട്ടുള്ള മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിൽ എത്തി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യവിവരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ ജനകീയനായിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു. 1992 മുതൽ അദ്ദേഹം 2007 വരെ CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. കർഷക തൊഴിലാളി മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല നിലമില്ലാത്ത കർഷകർക്ക് നിലം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഒക്കെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ്.